ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമ്മുടെ സ്വന്തം ബേസിൽ ജോസഫ് നായകനായെത്തിയ മരണമാസം എന്ന ചിത്രം ഞാൻ കാണുകയുണ്ടായി. നവാഗത സംവിധായകനായിട്ടുള്ള ശിവപ്രസാദ് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോ ചിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേസിൽ ജോസഫ്, തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ബേസിൽ ജോസഫ് നായകനായിട്ടെത്തിയ ചിത്രം തുടക്കം മുതൽ ഒടുക്കം വരെ കോമഡിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ചിത്രമാണ് മരണമാസം. എന്നിരുന്നാലും തുടക്കത്തിലെ ഒരു 10-15-20 മിനിറ്റൊക്കെ ചെറിയൊരു ലാഗ് പോലെയൊക്കെ തോന്നുമെങ്കിലും ഒരു 20-25 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ പടം അങ്ങ് നമ്മളെ എടുത്തുകൊണ്ട് പോവുകയാണ്. ആ ഒരു രീതിയിലാണ് സിനിമ പോകുന്നത്. വെറും കോമഡി മാത്രം നിറഞ്ഞ ഒരു സിനിമയല്ല, അത്യാവശ്യം കഥയും കാര്യങ്ങളും അതുപോലെ സെന്റിമെന്റൽ സീനൊക്കെ ഉള്ള നല്ല ഒരു മൂവി തന്നെയാണ് മരണമാസ്. ബേസിൽ ജോസഫിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിടയിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് ബേസിൽ ജോസഫ് ഈ ചിത്രത്തിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ സിനിമയിൽ ബേസിൽ ജോസഫിനെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആരെയോ നമുക്ക് ഓർമ്മ വരും. അവനല്ലേ ഇവനല്ലേ എന്നൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് ബേസിൽ ജോസഫ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന മറ്റുള്ളവരായിട്ടുള്ള സിജു സൺ, അതുപോലെ തന്നെ രാജേഷ് മാധവൻ, പുളിയനം പൗലോസ്, സുരേഷ് കൃഷ്ണ, ബാബു ആന്റണി, അനിഷ്മ അനിൽകുമാർ എല്ലാവരും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. കൂടുതലൊന്നും ഈ ചിത്രത്തിനെ കുറിച്ച് പറയേണ്ടതായി, കാരണം നിങ്ങൾക്കറിയാം ബേസിൽ ജോസഫ് നായകനായിട്ട് എത്തുന്ന ഒരു ചിത്രം എന്ന് പറയുമ്പോൾ നമുക്ക് അധികം ബോറടിയോ മറ്റുള്ള ഒന്നും ഇല്ലാതെ തന്നെ കണ്ട് ഇറങ്ങിപ്പോവാൻ കഴിയുന്ന ഒരു ചിത്രമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ടൊവിനോ തോമസ് പ്രൊഡക്ഷൻസും റാഫേൽ പ്രോജക്ട്സും വേൾഡ് വൈഡ് ഫിലിംസിന്റെയും ബാനറിലാണ് ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത്. അപ്പോ എന്തായിരുന്നാലും വിഷു പ്രമാണിച്ച് കുടുംബസമേതം തിയേറ്ററുകളിൽ പോയി എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മൂവി തന്നെയാണ് മരണമാസം. ഓക്കെ, നമുക്ക് കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.